സംഘപരിവാർ തുടർച്ചയായി വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ അവർ നടത്തിയ ഒരു വ്യാജ പ്രചരണം കൂടി പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പം സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂരിലെ ഒരു പള്ളിയിൽ മാതാവിൻ്റെ നെറ്റിയിൽ ചാർത്തിയിട്ടുള്ള ഒരു കിരീടം അത് താഴെ വീണ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തെ മുൻനിർത്തി അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന, അവിടെ ആ സ്ഥലത്തെ ഇല്ലാതിരുന്ന കൈരളിയുടെ ക്യാമറാമാൻ, ആ കൈരളിയുടെ സംഘം, അവരാണ് ഈ മാതാവിൻ്റെ തലയിൽ നിന്നും ആ കിരീടം തട്ടി താഴെയിട്ടത് എന്ന പ്രചരണം കേരളത്തിൽ മാത്രമല്ല രാജ്യം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൈരളിക്കെതിരായിട്ട് കൈരളിയുടെ ക്യാമറാമാൻ്റെ മതം നോക്കി അതുമായി ബന്ധപ്പെട്ട പ്രചരണമെല്ലാം ശക്തിപ്പെടുത്തുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് കാസർഗോഡ് ഒരു കോളേജിന് മുന്നിൽ കുട്ടികൾ കയറേണ്ട ബസ് നിർത്താത്തത് സംബന്ധിച്ച് ബസ് ജീവനക്കാരും ആ കോളേജിലെ കുട്ടികളും തമ്മിലൊരു വാക്കേറ്റമുണ്ടായി. അപ്പോൾ ആ കോളേജിൽ ബുർക്ക ധരിച്ച കുട്ടികളാണ് ആ ബസ്സിൽ കയറി ബസ് ജീവനക്കാരോട് ചില വർത്തമാനങ്ങൾ പറഞ്ഞത്. ആ വീഡിയോ മാത്രം കട്ട് ചെയ്തെടുത്ത് ഉത്തരേന്ത്യയിൽ അവർ പ്രചരിപ്പിച്ചത്, RSSൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ പ്രചരിപ്പിച്ചത്, കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ബുർക്ക ധരിക്കാതെ യാത്ര ചെയ്യുന്ന യാത്രക്കാരോട് വാഹനം തടഞ്ഞു നിർത്തിയിട്ട് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആക്രമണം നടത്തുന്നു, അവരെ ഭയപ്പെടുത്തുന്നു എന്നായിരുന്നു പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച നിലയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഫാക്ട് ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ പുറത്തു വന്നു. എത്ര സംഭവങ്ങളാണ് ഇങ്ങനെ തുടർച്ചയായി ഈ കേരളം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതിശക്തമായി പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കൈരളിക്കെതിരായി ഇന്ന് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ പ്രചരണത്തെ അതിശക്തമായി അപലപിക്കുകയാണ്. ഇത്തരം വ്യാജ പ്രചരണങ്ങളെ തുറന്നു കാണിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണം എന്ന് DYFI ആവശ്യപ്പെടുകയാണ്.